എന്താണ് നിലവിൽ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വെറുമൊരു ചോദ്യപേപ്പർ ലീക്കിനെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്, മറിച്ച് എന്റെ കൂട്ടുകാരെ പോലെയുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ രാപ്പകലില്ലാതെ അധ്വാനിച്ച പഠിച്ച അവരുടെ വിയർപ്പിനെയും അവരുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളുടെയും കണ്ണീരിനെ വിലയ്ക്ക് വാങ്ങിയ അനീതിയാണ്. എത്ര വിദ്യാർത്ഥികളാണ് ഈ ഒരു ഒറ്റ ചോദ്യപേപ്പർ ലീക്കിലൂടെ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയത്? എത്ര വിദ്യാർത്ഥികളും സമരാർത്ഥികളുമാണ് നിരാഹാര സമരം കിടക്കുന്നത്? ആ നിരാഹാര സമരത്തെ പോലും കണ്ടില്ല എന്ന് നടിച്ച് കണ്ണടച്ചിരിക്കുന്ന വളരെ വൃത്തികെട്ട അഴിമതി നിറഞ്ഞ ഭരണകൂടമാണ് നിലവിൽ നമുക്കുള്ളത്. സോനം വാങ്ചുക്കിനെ പോലെയുള്ള പ്രമുഖർ ഹങ്കർ സ്ട്രൈക്ക് നടത്തി വിദ്യാഭ്യാസത്തിന്റെ അവകാശങ്ങൾ ഓരോ കുട്ടിക്ക് വേണ്ടി ചോദിക്കുന്ന അതേ നാട്ടിലെ തെരുവിലാണ് ഓരോ കുട്ടിയുടെ ഭാവിയെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിന്റെ അധികാര കസേരകളിൽ ഇരുന്ന് കറങ്ങിക്കൊണ്ട് മനുഷ്യ ജീവനുകൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ഭരണകൂടമേ, നിങ്ങൾ ഇത് ഓർത്തു വെച്ചോളൂ. നിങ്ങൾ കളിക്കുന്നത് ഒരു റോങ് ജനറേഷനോടാണ്. യു ആർ പ്ലേയിങ് വിത്ത് ദ റോങ് ജനറേഷൻ. ചോരയും കണ്ണീരും വീണ ഈ തെരുവുകളിൽ നിന്ന് ഞങ്ങൾ ഇനി പിന്നോട്ടില്ല. സ്വന്തം കൂട്ടുകാരുടെ അവകാശങ്ങൾക്കും അതിനെതിരെ ശബ്ദമുയർത്താനും കഴിവുള്ള തലമുറയാണിത്. ഡൽഹിയിലെ തെരുവുകളിൽ നടക്കുന്ന ഈ ഒരു പ്രൊട്ടസ്റ്റ് നിങ്ങളുടെ ഭരണകൂടത്തെ മൊത്തത്തിൽ ആട്ടി ഉലച്ചിരിക്കും, ചിതറി തെറിപ്പിച്ചിരിക്കും, നിങ്ങളുടെ അധികാര കോട്ടകളെ പിടിച്ചുലയ്ക്കും. ഓർത്തു വെച്ചോളൂ, ഇതേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന സമരമല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ യുവത്വത്തിന്റെ പ്രതിഷേധമാണ്. നിങ്ങൾ ഞങ്ങളുടെ സ്വരങ്ങളെ അടിച്ചമർത്താൻ നോക്കുമ്പോഴും ഈ തീപ്പൊരി ലോകമെമ്പാടും പടർന്നുകൊണ്ട് തന്നെയിരിക്കും. വിപ്ലവം ജയിക്കട്ടെ, നീതി പുലരട്ടെ.